ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമേ ഒരു താങ്ക്സിലൂടെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം വ്ലോഗ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പേരായിരുന്നു സബ്സ്ക്രൈബറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ വളരെ കൂടിയെന്നല്ല, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത്. സോ ഐ എം വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ. അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയാം. ഞങ്ങൾ വീട്ടിൽ ഉള്ള ഒരു നോർമൽ ഡേ. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒരു ലൈക്കും ഒരു കമൻറ്റും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. സോ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിച്ചണിൽ തുടങ്ങാം. ഇന്ന് നമ്മൾ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് എല്ലാ ദിവസവും വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് തിരക്കാവുമ്പോൾ നമ്മൾ നോർമൽ ദോശ, ഇഡ്ഡലി അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറച്ച് റിസ്ക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ സൺഡേയിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അമ്മ പൂരിയൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അമ്മ പരത്തുണ്ടായിരുന്നു, ഞാനത് വറുത്തു. അങ്ങനെ കുട്ടികളൊക്കെ ഉണർന്നുണ്ടായിരുന്നു കേട്ടോ. ഇലയുടെ മുകളിൽ നിന്ന് വെള്ളറ്റാണ് അല്ലേ, മഴ പെയ്യല്ല അല്ലേ അനിക്കുട്ട്? അതിന് സ്കൂളിൽ നിന്ന് പഠിച്ചൊരു വരി പറഞ്ഞേ മലയാളത്തിൽ, മഴ തോർന്നാലും മരം പെയ്യും. അവർ സ്കൂളൊന്നും ഇല്ലാത്ത സൺഡേ ഇതേപോലെ എണീറ്റ് കഴിഞ്ഞാൽ അവരെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടും. അമ്പോ ബ്രഷ് കുറച്ചേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് പിന്നെ അവരെ ബ്രഷ് ചെയ്യിക്കാനിരുത്തി കേട്ടോ. രണ്ടുപേരും ഒന്നിച്ചാകുമ്പോൾ വേഗം ചെയ്തോളും. അങ്ങനെ ഞാൻ തുടയ്ക്കാൻ നിന്നു. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒപ്പിച്ച കലാപരിപാടികളാണിത്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. മോസ്റ്റ്ലി കുളിക്കാതൊക്കെ തന്നെയാണ് കഴിക്കാറ്. എന്നാലും സംടൈംസ് ആദ്യം കുളിക്കും എന്നിട്ടാണ് കഴിക്കാറ്. പക്ഷെ എന്നത്തെയും പോലെ ഇന്നും അങ്ങനെ കുളിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു. പിന്നെ കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ ജംഗ്ഷൻ കടയിൽ പോയിട്ട് വന്നു. അപ്പോൾ ഇന്ന് ബീഫാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾ, അതായത് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആൾ അച്ഛനാണ്. അപ്പം ഇടയ്ക്കൊക്കെ അച്ഛൻ ഇതുപോലെ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കും. അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛനാണ് കുക്ക്. അപ്പോൾ അമ്മ അവിടെ ഹെൽപ്പറാണ്. അച്ഛൻ മെയിനായിട്ട് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. ഇന്ന് അച്ഛനൊക്കെ അടുക്കളയിൽ കയറ്റിട്ട് കണ്ട അമ്മ വെറുതെ നടക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഞങ്ങൾ നിലത്താണ് ഇരിക്കുക. ഇവിടെ ടേബിളില്ല. നമുക്ക് ഇവിടെ ചെറിയൊരു ഹാളാണ്. അപ്പം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് നടക്കാനുള്ളൊരു സ്പേസൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫുഡ് കഴിക്കലുണ്ട്. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ അമ്മയും കുട്ടികളും അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അച്ഛമ്മേനെ സൺഡേ മാത്രം അവർക്ക് കിട്ടുക. അപ്പം അവർ മാക്സിമം അമ്മയുടെ കൂടെ കളിക്കും. അമ്മയാണെങ്കിൽ അവരുടെ എല്ലാ കളിക്കും നിൽക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് എത്ര വയ്യെങ്കിലും അമ്മയ്ക്ക് അവരുടെ ഒരു ഹാപ്പിനെസ്സാണ് പ്രധാനം കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ്ങിലെ പണികളാണ്. അമ്മ അടിച്ചു വരാണ്. ഞാൻ നാളെ ദോശയാണ്. അപ്പം അരിമാവ് അരയ്ക്കുക കേട്ടോ. മക്കളിവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവർ ഇന്ന് തല്ലുണ്ടാക്കിയിട്ടില്ല. മോസ്റ്റ്ലി അവർ നല്ല അടിപിടിയാണ്. ഇന്ന് നല്ല സ്നേഹമുള്ള ഏട്ടനും അനിയനായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മേലൊക്കെ കഴുകി ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാം. അമ്മ വിളക്കൊക്കെ കൊളുത്തിയിട്ടോ. മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അച്ഛൻ എത്തിയിട്ടുണ്ട്. എന്തിനാന്ന് ഞാൻ പറഞ്ഞത് ഇതിനായിരുന്നു. ഈ പൊതി എന്നും അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും വൈകിട്ട്. മുട്ടപ്പത്തിരിയോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈവനിങ്ങിലെ കടിയായിട്ട്. അപ്പം ഇന്ന് അച്ഛൻ കൊണ്ടുവന്ന മുട്ടപ്പത്തിരിയും പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ. അത് കഴിഞ്ഞുള്ളതൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പഠിപ്പിക്കാനാണ് പോയത്. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. അതൊക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ ബെഡൊക്കെ വിരിച്ചു ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് കമൻറ്റ് മറക്കാതെ ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.